എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പഴം റെസിപ്പി ഉണ്ടാക്കണമെന്ന്. ഞങ്ങൾ കൊണ്ടാക്കിയില്ലായിരുന്നു. ഇന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇത് നമുക്ക് ഏത് കുട്ടി പിള്ളേർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പിച്ചാത്തി എടുക്കുന്ന. അമ്മമാരോട് ചോദിച്ചിട്ട് പിച്ചാത്തി എടുക്കാം. ആ കസേരയും കൊണ്ടിട്ട് കയറി നിൽക്കേ. ഓക്കെ. നമ്മുടെ പഴം റെസിപ്പി സിമ്പിൾ പരിപാടിയാണ്. പിന്നെ ഒരുപാടൊന്നും ഇല്ല, ഒന്നുമില്ല, പാടൊന്നുമില്ല. കയറി നിൽക്കേ. കയറി അങ്ങോട്ട് നിന്നു. ഇത് പിടിച്ചോണേ. ഇന്ന് മുട്ടുകുത്തി നിൽക്കേ. ഓക്കെ. ഇച്ചിരി പൊക്കിക്കേ. അങ്ങനെ ആദ്യം നമുക്ക് ഇങ്ങനെ പാത്രത്തിലോട്ട് പഴം എടുക്കണം. ആ പഴത്തിൻ്റെ തൊലി നമ്മൾ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം. അതിന് ശേഷം പിച്ചാത്തി എടുക്കാം. പിച്ചാത്തി എടുത്തതിന് ശേഷം നമ്മുടെ ഈ പഴം ഇല്ല, ഈ സാധനം നമ്മോട് മാറ്റി അന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ഈ പഴത്തിൻ്റെ ഈ രണ്ട് സൈഡില്ലേ, സൈഡാണ് നമ്മൾ മുറിക്കേണ്ടത്. മുറിച്ചതിന് ശേഷം അതുപോലെ പഴം എന്തോ പഴം ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സർക്കിളായിട്ടാണ് വേണം. ഏതൊരു ഷേപ്പ് കട്ട് ചെയ്യാം. വേറെ ഷേപ്പ് കട്ട് ചെയ്ത് ശരി. ഞങ്ങൾക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ ഷേപ്പിലാണ് കേട്ടോ. ഞാൻ നേരത്തെ പണ്ട് ഒരു ദിവസം ഇല്ലേ, ക്യാമറ പിടിച്ചോണം. പണ്ടൊരു ദിവസം ഒരു ജ്യൂസ് പൊടി വാങ്ങിച്ചു, നാരങ്ങയുടെ. എന്നിട്ട് ആ ജ്യൂസ് പൊടി പൊട്ടിക്കാൻ പോയപ്പോൾ എൻ്റെ കൈ കുറഞ്ഞ് ഒരു കരച്ചിലും ഇല്ലേ. അത് തിന്നാനുള്ള ആക്രാന്തമാണ്. അതിന് ഞാൻ കരഞ്ഞില്ല, അത് കാണിക്കും. അത്രേ ഉള്ളൂ. അത് നമ്മുടെ പഴം ഇങ്ങനെ പിടിക്കും, അവർക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ പിടിച്ചോണേ. ഇത് ഇതുപോലെ നമ്മുടെ ഒരു പഴത്തിൻ്റെ സൈഡ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് ചെറുതായിട്ട് വലുതായി പോകരുത്. അതല്ല ഇത് കണ്ട കറ, അവളത് ശ്രദ്ധിച്ചില്ല കേട്ടോ. സോറി ഗൈസ്. വലുതായിട്ട് ഇങ്ങനെ ബേബി ആയിട്ടുള്ള കുഞ്ഞു പീസൊക്കെയോ. ഓക്കെ, ശരി. അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. പഴം ആദ്യം തന്നെ ഒരു പഴം കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പീസ് ഇതും കൂടെ കട്ട് ചെയ്തതിന് ശേഷം പഞ്ചസാര ഇവിടെ പോയി. പഞ്ചസാര അതവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ.